ഉലകിതിലാരോടും തോൽക്കാ വീരൻ കരളിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ മടിയിൽ പാലൂട്ടും സ്നേഹം. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗൈസ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ മൂന്നാറിലെ ഒരു ടെന്റ് സ്റ്റേയിലേക്കാണ് പോകുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടെന്റ് സ്റ്റേ ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. വീട്ടിലേക്ക് വരുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണം ഞാൻ ഈ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടേക്ക് പോകാം. അവർക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വഴിയിൽ കൂടി വാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടേക്ക് പോകാം ഗൈസ്. കുറച്ചേ പോകാനുള്ളൂ, ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഗൈസ്. നടന്നിട്ട് കുറേ ഇങ്ങോട്ട് എത്തിയാൽ കുറച്ചൊരു വ്യൂ കാണാൻ തുടങ്ങി. കാറ്റിലുള്ള സ്ഥലത്തൊക്കെ എത്താൻ തുടങ്ങി. പിന്നെ ആണെങ്കിലില്ലേ ഒരു 2 ഗേറ്റ് കാണിക്കുന്നുണ്ട്. ഒരു ഗേറ്റ് പോലെയും ഒന്ന് ചാടിക്കെടുക്കാൻ കഴിയുന്ന പോലത്തെ 2 സാധനം കാണിക്കുന്നുണ്ട്. നമുക്ക് ഗേയിലെ പോകേണ്ടതറിയില്ല. പിന്നെ നമുക്ക് ഓർക്ക് വിളിച്ചു നോക്കണം. അതിൻ്റെ പിന്നെ നമ്മൾ ഈ ഗേറ്റ് തുറന്നിട്ട് ആടെ ഒരു ഇത് കാണുന്നുണ്ട്, പാറക്കല്ല്. ആടെ പോയിട്ട് ഇരുന്നോക്കാൻ വിചാരിച്ച് നമ്മൾ ഗേറ്റ് തുറന്നിട്ട് നമുക്ക് അവിടെ പോയ ശേഷം നമുക്ക് അവർക്ക് വിളിക്കാം. 2 വഴിയാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഓരവർ അവിടെ എത്തി ഇങ്ങനെ ഷൂട്ടിങ് ആക്കുന്നുണ്ട്. അവിടെ ഒരു കുളമല്ല, ഒരു പുഴ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താക്കി അതിനെല്ലാം ഷൂട്ടാക്കിയ ശേഷം അവർക്ക് വിളിച്ചു നോക്കി. അപ്പോൾ ഓരോ വന്ന സൈഡല്ല, നമ്മൾ വന്ന സൈഡ് പോയിക്കൂടാ, അത് വേറെ ഉള്ള സ്ഥലം എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നേരെ പുറത്ത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ഒരു തുള്ളി പോകാൻ പറ്റുന്നില്ല, അതിൽ കൂടിയിട്ടാണ് പോകണമെന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ പിന്നെ ഇവിടെ കുറച്ച് വ്യൂ എല്ലാം കണ്ട് നല്ല കാറ്റുണ്ടായി കഴിച്ചു അവിടെ. ഈ റൂട്ടിൽ വന്നിട്ട് ഇതിൽ ഒരു ഓസ് ഉണ്ട്. ഈ ഓസിന്റെ ബാക്കിൽ ഫോളോ ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. ചങ്ങായിമാരുടെ ഫ്രണ്ടിൽ പോയി, ഞാൻ വീഡിയോ തിരക്കില്ല. ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തെങ്കിലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ പ്രൈസും ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും. ചെറിയ ബഡ്ജറ്റാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ ലാസ്റ്റായിട്ട് പറയാം. പിന്നെ ഞാൻ booking.comലാണ് ഇത് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ booking.comൽ കാണിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതൊക്കെ കാണിച്ചാൽ ഇതിൻ്റെ പേര് ക്ലൗഡ് ക്യാമ്പിംഗ് ആണ്. നമ്മൾ ഇതിൻ്റെ സൂര്യനെല്ലിയിലാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത്. സൂര്യനെല്ലിയിൽ പോയിട്ട് എല്ലായിടത്തും കേട്ടത് ക്ലൗഡ് ക്യാമ്പിംഗ് ആർക്കും അറിയില്ല. പിന്നെ നമ്മൾ അവർക്ക് വിളിച്ചിട്ട് ഓട്ടോക്കാർക്കെല്ലാം കൊടുത്ത ശേഷം അവർ കാണിച്ചത്. അങ്ങനെ എല്ലാവർക്കും അറിയുന്ന സ്ഥലം എന്തെല്ലാം തോന്നുന്നു. ഉലകിതിലാരോടും തോൽക്കാ വീരൻ കരളിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ മടിയിൽ പാലൂട്ടും സ്നേഹം. അങ്ങനെ എങ്ങനെയല്ലോ ആക്കിയിട്ട് ഇവിടെ എത്തിയ ശേഷം കുറച്ച് നടക്കാനുണ്ട്. അത്രയേ ഉള്ളൂ, കുറച്ച് നടക്കാനുള്ളത്. അപ്പോൾ നമുക്ക് താഴെ ഇപ്പോൾ കാണുന്നതാണ് ഒരു പെര കാണുന്നില്ലേ, ആ പെരയിലാണ് ഇതിൻ്റെ നടത്തിപ്പുകാരുള്ളത്. ഇതിൻ്റെ ഓണറല്ല, അതിൻ്റെ പൈസ ഒക്കെ വാങ്ങിയിട്ട് നടത്തുന്ന ഒരാളാണുള്ളത്. ആ പെരയിലാണ്. പിന്നെ താഴെ കുറേ വൈറ്റ് കാണുള്ളത്, അതാണ് ടെൻറ്റാണ് വരുന്നുള്ളത്. ആ വൈറ്റ് കാണുന്നത് ടെൻറ്റാണ്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന ടെൻറ്റാണ്. ഏറ്റവും ലാസ്റ്റ് ഇല്ലെങ്കിൽ വ്യൂ പോയിന്റിന്റെ അടുത്തുള്ളൊരു ടെൻറ്റാണ് നമ്മൾ വരുന്നുള്ളത്. ഞങ്ങൾ പിന്നെ എന്താക്കി അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് പിന്നെ അവരോട് സംസാരിച്ച് അവർ നമുക്ക് റൂം കാണിച്ചു തന്നു. നമ്മളെ റൂം നമുക്ക് കാണിച്ചു തരാൻ പറഞ്ഞ്. ഇവരാണ് ഈ 2 പേരെ സൈഡ് കാണുന്നത്, കളർ ഡ്രസ് ഇട്ടിട്ട് ചെറുങ്ങനെയാണ് അവരെ കാണിച്ചത്. പിന്നെ ആണെങ്കിൽ അവർ നമുക്ക് റൂം കാണിച്ചു തരാം. താഴേക്ക് പോയി താഴെയാണ് നമുക്ക് റൂം വരുന്നത്. ആടിന് നമ്മൾ അറിയാണ്ട് തെറ്റിയാൽ താഴെ ഉരുളിട്ട് പോകും. പിന്നെ നമ്മൾ ടെൻറ്റിൽ 3 പേർക്ക് കിടക്കാം. ഇത് 3 പേഴ്സൺ ടെൻറ്റാണ്. ഇതിന് റേറ്റ് വരുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പുറത്തുള്ള 1 പേഴ്സൺ ഇത് ടെൻറ്റാണ്, ബെഡ് ഉണ്ട്. ആ ടെൻറ്റ് അല്ലെങ്കിൽ ഫുൾ കയറി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഷൂ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ആക്കി. അവിടെയാണ് നമ്മൾ ടെൻറ്റിൽ ഒല്ലി അതൊക്കെ അപ്പുറത്ത് നല്ല മുക്കുന്നുള്ളത്. 2-3 ഒല്ലിയൊക്കെ മുക്കിയാണ്. പിന്നെയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളത് 1 പേഴ്സണിന് 400 രൂപ, ഒരാൾക്ക് 400 രൂപ ആയിട്ടാണ് വരുന്നുള്ളത്. ഞങ്ങൾ 3 പേര് കൂടിയിട്ട് 1200 രൂപയായി. ഈ 1200 രൂപക്ക് അലോഡ് ഉള്ളതല്ല, ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നമ്മോട് പറഞ്ഞത് 1900 രൂപക്ക് ഒരാൾക്ക് 1900 കൊടുത്തെങ്കിൽ ഫുഡ് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. ഇന്ന് ക്യാമ്പ് ഫയർ എന്തായാലും സെറ്റാക്കാൻ കൊണ്ട് പറ്റില്ല, എന്തെങ്കിലും മഴ ഉണ്ടായി ഞങ്ങൾ പോയെന്ന്. അപ്പോൾ നമ്മൾ 1900 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ 3 ചട്ടേന് മഴക്ക് ക്യാമ്പ് ഫയർ എങ്ങനെ സെറ്റാക്കുന്ന. പിന്നെയാണെങ്കിൽ അവർ പറഞ്ഞത് ഇത് കുലുക്കുമല ഞങ്ങൾ പോകണമെങ്കിൽ ഒരാൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നെങ്കിൽ ഒരാൾക്ക് 500 രൂപയാണ്, അല്ലെങ്കിൽ 1900 രൂപ ഇൻക്ലൂഡാണ്. ഇപ്പോൾ നൈറ്റ് ആളെ പോയിട്ട്
1900 ഫുഡൊക്കെ ഉണ്ട്. നമ്മളെ കയ്യിൽ ഫുഡില്ല. നമ്മളെ ഉള്ളത് ഉറങ്ങാ എണിക്കാ പോവാ, അത്രയേ ഉള്ളൂ നമ്മളെ ഈ 400 രൂപയിൽ വരുന്നുള്ളത്. നമുക്ക് ജസ്റ്റ് രാത്രി കിടക്കാൻ നമുക്ക് എന്താണ് KSRTC ബസ് സ്റ്റാൻഡാണ്. പിന്നെ വ്യൂ ഒക്കെ ആസ്വദിച്ച് സന്തോഷത്തിൽ കിടക്കണമെങ്കിൽ ഇവിടെ വരാം. ഇടുക്കി വരാൻ കുറച്ച് പണിയുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ബട്ടൺ കൊടുക്കാം. പിന്നെ നമ്മൾ ചായ കുടിച്ച് ആടിന് 2 വട വാങ്ങി കഴിച്ച്, പിന്നെ ആണെങ്കിൽ സ്നാക്സ് ഒരുപാട് വാങ്ങിയിട്ട് നമുക്ക് ആകെ 250 രൂപയ്ക്കാണ് 3 ആൾക്ക് വന്നിട്ടുള്ളത്. പിന്നെ ആടിന് നമ്മൾ എന്താക്കി സ്നാക്സ് എല്ലാം കഴിച്ച ശേഷം നമുക്ക് നേരെ മലിൻ്റെ മുകളിലൊക്കെ പോവാം. ഫുഡൊക്കെ സെറ്റായി രാത്രിത്തെ, പിന്നെ രാവിലത്തെ അല്ല. പിന്നെ ഹോട്ടലിൽ പോയി വെച്ചിട്ട് പിന്നെ ആടിന് സ്നാക്സ് വാങ്ങിയിട്ട് നേരെ മലിൻ്റെ മുകളിൽ കയറി. അവിടെ നിന്ന് ഫസ്റ്റ് ഒരു കാണിച്ചില്ല വ്യൂ പോയിന്റ്, അതിൻ്റെ നിന്ന് കുറച്ച് ഫ്രണ്ടായിട്ട് ഓവറൊന്ന് ജാഗയുണ്ട്. നല്ല അടുത്ത ആടിന് ഉരുണ്ടെങ്കിൽ താഴെ പോവും, അങ്ങനെ സെറ്റപ്പിലാണ്. താഴേക്ക് പോകുന്ന അടുത്തായിട്ടാണ് വരുന്നുള്ളത്. പിന്നെ ആടെ പോയിട്ട് ആ മലയിലിരുന്ന് ആടിന് നമ്മൾ കൂക്കും വിളിയെല്ലാം കളിക്കാൻ തുടങ്ങി. അത് 2-3 കൂക്കൽ കൂക്കിയ ശേഷം നമ്മൾ അവിടെ എക്കോ അടിക്കുന്ന ഉറപ്പായി. എന്തില്ലെങ്കിൽ നമ്മൾ മൊബൈലിലത് കേൾക്കാതെ എക്കോ അവിടെ നല്ല അടിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ കുറേ കൂക്കിയിട്ട് വൈബ് എടുത്ത ശേഷം പിന്നെ ആണെങ്കിൽ അവിടുന്ന് സ്നാക്സും തിന്നോണ്ടുണ്ട്. മല എല്ലാം ഉണ്ട്, നല്ലൊരു വൈബ് ഉണ്ടായി ആ സ്ഥലത്ത്. ഇരുന്ന സ്ഥലം എല്ലാം ഉണ്ടായി. പിന്നെ ആടെ കുറച്ച് കഥ എല്ലാം ആക്കിയിട്ടായിട്ട് അവിടെ നായി വന്നേ സൊല്ലാണ്. നായി പോകുന്ന പിന്നെ ഇതിൻ്റെ പിടിച്ച് പിന്നെ അവരെ നായതുകൊണ്ട് അവരെ വിളിച്ചിട്ട് അവൾ കൊണ്ടുപോയി അല്ലെങ്കിൽ മൂഞ്ചി കഴിക്കണേ. പിന്നെ ആണെങ്കിൽ നമ്മൾ ടെന്നിൻ്റെ അടുത്ത് വന്ന് അതാണ് നമ്മളെ ഇത് വരുന്നത് ഡാൻസിങ് സെറ്റപ്പ്. അവിടെ ഫുഡും ഉണ്ട്, അതുപോലെ ഫുഡും കഴിക്കുന്ന സ്ഥലമാണ്. അവിടെ പാട്ടിന് എല്ലാം സ്പീക്കർ ഉണ്ട്. നമുക്ക് അവിടെ സ്പീക്കറിലേക്ക് ഫോൺ കണക്റ്റ് ആക്കിയിട്ട് പാട്ട് വെക്കാം. പിന്നെ അവിടെ കുറച്ച് തുള്ള കേസ് നമ്മൾ അതിനെ കാണിച്ചു തരാം ഡാൻസ് കളിക്കുന്നൊക്കെ. പുറത്ത് മഴ വരുന്നുണ്ട് കേസ്, നമുക്ക് ആ സമയത്ത് നമുക്ക് പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് ഒക്കെ വെച്ച് വൈബ് എടുക്കാം കേസ്. ആകെ ഒരു പണി കിട്ടിയെന്നില്ലെങ്കിൽ കരണ്ട് പോയി. നമുക്ക് ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഫുഡ് ആക്കിയിട്ടായിരുന്നു. നമ്മൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചതാണ്. കരണ്ട് പോയി മൂഞ്ചിരിക്കണം. പിന്നെ നമ്മൾ എന്താക്കി നമ്മൾ ടെൻറ്റും കാര്യങ്ങളും നോക്കാൻ പോയി. ഫോൺ എടുക്കാനുണ്ടായി. ഫോൺ എടുത്ത് നമ്മൾ ടെൻറ്റിൽ നിന്ന് രാത്രി അറിയാണ്ട് ഉരുണ്ടെങ്കിൽ താഴേണ്ട വയസ്സ് അത്ര അടുത്താണ് നമ്മൾ ടെൻറ്റ് വരുന്നുള്ളത്. ആ സേഫ്റ്റി അങ്ങനത്തെ ഒന്നും ഇല്ലടാ. നമുക്ക് ഫുൾ വൈബ് കാണാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഫുഡ് കരണ്ട് പോയിട്ട് നമുക്ക് ഫുഡും കഴിച്ച നമുക്ക് ഫുഡ് തന്നിട്ടുള്ളത് ചിക്കൻ കറിയും പിന്നെന്തോ ഒരു സാലഡ് ഉണ്ട്, അതും ചിക്കൻ സാലഡ് എന്തോ ചിക്കനിലുണ്ട് എന്തോ സാധനം നമ്മുടെ നാട്ടിൽ അതങ്ങനത്തില്ല. പിന്നെ ഞങ്ങൾ ചോറും തന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് മതിയിലാണ് ഇത്ര തന്നത്, നമുക്ക് ജാസ്തി എത്തിനേസ്. പിന്നെ നമ്മൾ കുറച്ചായിട്ട് നമ്മൾ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ടെൻറ്റിൽ പോയിട്ട് കിടന്നതൊന്നുമല്ല. അതിൻ്റെ അടുക്കുന്ന കുറേ ഡാൻസൊക്കെ കളിച്ച് കരണ്ടെല്ലാം വന്നിട്ടില്ല. നമ്മൾ മംഗലാരക്കാരെല്ലാം ഉണ്ടായി, ഓരൊക്കെ ഡാൻസൊക്കെ കളിച്ച്. പിന്നെ കാലത്ത് നമുക്ക് കുലുക്കുമല പോകണം. അതുകൊണ്ട് നമ്മൾ 2 മണിക്കാണ് ഉറങ്ങുന്നത്. 4 മണിക്ക് കുലുക്കുമലക്ക് എണിക്കണം. അത് നാളത്തെ പാർട്ടിൽ വരുന്നതായിരിക്കും. ബൈ ഗൈസ്, ലവ് യു ഓൾ.